ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താൽ ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഓരോ ദിവസങ്ങളും ചില പ്രാധാന്യവും പ്രത്യേകതയും അറിയിക്കുന്നു എന്നാണ് മനസ്സിലാവുക. അടിസ്ഥാന കാരണം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഖുർആനിൻ്റെ അവതരണം സിദ്ധിച്ചതുകൊണ്ടാണല്ലോ റമളാൻ മഹത്വവൽക്കരിക്കപ്പെട്ടത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോൾ റമളാൻ മാസമാണ് ഖുർആൻ അവതീർണമായത് എന്നതാണ് അതിൻ്റെ കാരണം. പല മാസങ്ങൾ, ദിവസങ്ങൾ, സ്ഥലങ്ങൾ, അതിനൊക്കെ ചില പ്രത്യേകത ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവും അവൻ്റെ റസൂലും നിർണയിക്കുന്നതാണ്. പള്ളികളിൽ മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയും മസ്ജിദുൽ അഖ്സയും ലോകത്ത് ഏതൊരു പള്ളിയേക്കാളും പല മടങ്ങ് സവിശേഷതകൾ നിർണയിച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ അറഫയും അതുപോലെ തന്നെയാണ്. ഒമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിക്കുകയും സവിശേഷമാക്കുകയും അനുഗ്രഹം വർഷിക്കുകയും ചെയ്ത കാര്യങ്ങളെ ബഹുമാനപൂർവം കാണുന്നതും അതിനെ ആദരവോടെ സ്വീകരിക്കലും തഖ്വയുടെ ഭാഗമാണെന്ന് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു വിളംബരം ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് ഈ ദിവസങ്ങളും മഹത്വവൽക്കരിക്കപ്പെട്ടു എന്ന് സൂചിപ്പിച്ചത്. ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് എന്തുകൊണ്ടും സവിശേഷമായതും. അത് പരശതം ഹദീസുകളിലൂടെ സ്ഥാപിതമാണ്. 2 സൂറകളിൽ ഖുർആനിൻ്റെ അവതരണം അറിയിക്കുന്ന 2 വചനങ്ങളുണ്ട്. അതിലൊന്ന് ഹാമീം വൽ കിതാബിൽ മുബീൻ. അവിടെ ഒരു സത്യത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നുണ്ട്. വൽ കിതാബിൽ മുബീൻ, ഈ വ്യക്തമായ കിതാബ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ ഫീഹി മുൻദിരീൻ ഇന്നാ കുന്നാ മുൻദിരീൻ. അപ്പം അവിടെ അള്ളാഹു അറിയിച്ചപ്പോൾ നാം ഈ ഖുർആനിനെ ഒരു അനുഗ്രഹീത അല്ലെങ്കിൽ ബർക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചത്. അതിനാണ് അനുഗ്രഹീത രാത്രി എന്ന് ഭാഷാർത്ഥം ചെയ്യുക. അവിടെയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു വിവേചിക്കുന്നതും നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും എന്ന് സൂറത്തു ദുഖാനിൻ്റെ തുടക്കത്തിൽ അള്ളാഹു വിളംബരം ചെയ്യുന്നു. മറ്റൊന്ന് സൂറത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ബഹുമാനപ്പെട്ട രാത്രി, ആദരണീയ രാവ്, നിർണിത രാവ് എന്നിങ്ങനെ അർത്ഥങ്ങളാണ് പൂർവികരായ മുഫസ്സിറുകളൊക്കെ നൽകിയിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു. സൂറ ആരംഭിക്കുന്നത് കഴിഞ്ഞകാല ക്രിയ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവതീർണം കഴിഞ്ഞതാണിത്. ഖുർആനിൻ്റെ അവതരണം കഴിഞ്ഞുപോയി. ആ അവതരണം എങ്ങനെ എന്നത് 23 ദീർഘമായ സംവത്സരങ്ങൾ കൊണ്ട് അവതീർണമായ ഒരു കിതാബ് എങ്ങനെയാണ് ഈ ഒരു രാത്രിയിൽ പരാമർശിക്കപ്പെട്ടത് എന്നതിന് തഫ്സീറിൽ പൂർവികരായ മുഫസ്സിറുകൾ
രണ്ട് അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അതാണ് മഹാഭൂരിപക്ഷ തഫ്സീറിൻ്റെ ഇമാമുകളും അംഗീകരിച്ചിട്ടുള്ളത്. അത് ദുനിയവിയായ ആകാശത്തിലേക്ക് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അള്ളാഹു ഖുർആനിനെ ഒറ്റപ്രാവശ്യമായി അവതരിപ്പിച്ചതാണ് ലൈലത്തുൽ ഖദർ. അവിടെ നിന്ന് ക്രമമായി 23 വർഷക്കാലം കൊണ്ട് സന്ദർഭമനുസരിച്ച് നബിയുടെ മേൽ വർഷിച്ചു വിശുദ്ധ ഖുർആൻ എന്നാണ് മഹാഭൂരിപക്ഷ പൂർവിക തഫ്സീറിൻ്റെ ഇമാമുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് നബിയോടാ ചോദ്യം. ഖുർആൻ അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണെന്നും അത് അനുഗ്രഹീത രാത്രിയാണെന്നും ലൈലത്തുൽ ഖദറിലാണെന്നും അള്ളാഹു ക്രമമായി പഠിപ്പിച്ചിട്ട് ലൈലത്തുൽ ഖദർ എന്താണെന്നറിയുമോ? അപ്പോൾ അതിൻ്റെ മറുപടി അള്ളാഹു തന്നെയാണ് നൽകുക. പലപ്പോഴും ഖുർആനിലെ പല ആയത്തുകളുടെയും ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നബിയുടെ വിവരണത്തിലാണ് വരുന്നത്. ഇവിടെ ഈ വിഷയം അത്ര നിർണായകമായതുകൊണ്ടാകാം അള്ളാഹു അതിന് ഉത്തരം നൽകി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഏത് കോണിലും ഏതർത്ഥത്തിൽ പരതിയാലും 1000 മാസത്തേക്കാൾ ഉപരിയാകുന്നു ലൈലത്തുൽ ഖദർ. അപ്പോൾ ഒരു വലിയ 1000 മാസം എന്ന് പറഞ്ഞാൽ 82.5 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ദൈർഘ്യായുസ്സുള്ള ഒരു രാജ്യത്ത് ഒരു പുരുഷായുസ് എന്ന് നമുക്ക് പറയാം. ഒരാളുടെ പുരുഷായുസ് മുഴുവനും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകത്തക്ക വിധത്തിൽ ഈ ഒരു രാത്രിയുടെ മഹത്വം അള്ളാഹു വിളംബരം ചെയ്യുക വഴി മുസ്ലിം ഉമ്മത്തിനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഏതാണ്ട് മനസ്സിലാവുക. തുടർന്ന് പറയുമ്പോൾ ഈ ഭൂതകാലക്രിയ വിട്ടിട്ട് ഇനി ഭാവിയിൽ, ഒന്നുകിൽ വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവിയിൽ വരുന്നതിനെ സംബന്ധിച്ചാണല്ലോ സൂചിപ്പിക്കുക. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഇത് സൂറത്തു ദുഹാനിലെ ആയത്തിൻ്റെ വിവരണമാണ് ഈ ആയത്തുകൾ. ഇവിടെ തനസ്സലുൽ മലായിക, മലക്കുകൾ അന്ന് ഇറങ്ങുന്നതാണ്, വരാനിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഖുർആൻ സൂചിക കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി നിവേദനം ചെയ്യുന്ന തഫ്സീറുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസ് അതിന് അർത്ഥം നൽകുന്നതും വിവരിക്കുന്നതും വരാനിരിക്കുന്നതാണ്. എല്ലാ വർഷവും എക്കാലവും ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഈ പ്രതീക്ഷയോടുകൂടി കാത്തു കഴിയുന്ന മുഴുവൻ പേർക്കും ലഭ്യമാകത്തക്ക വിധത്തിൽ അള്ളാഹു ലൈലത്തുൽ ഖദറിനെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ ദിവസം മലക്കുകൾ വരും. വറൂഹു ഫീഹാ, അന്ന് റൂഹും അതിനോടൊപ്പം വരും. ഖുർആനിൽ റൂഹ് എന്ന വാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു അപരനാമമായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഏതാണ്ട് അറിയപ്പെട്ട എല്ലാ തഫ്സീറുകാരും ജിബ്രീൽ അലൈഹിസ്സലാമും അന്ന് വരും എന്ന അർത്ഥത്തിലാണ് ഇതിന് കൽപ്പന കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ വാനലോകത്ത് നിന്ന് എണ്ണമറ്റ മലക്കുകളുടെ വർഷം ഈ ലൈലത്തുൽ ഖദറിൽ ഭൂതലത്തിൽ സംഭവിക്കുന്നു. നമുക്ക് ദൃശ്യമല്ല ഈ ആഗമനവും അവർ എന്തൊക്കെ ചെയ്യുന്നു. ഫീഹാ യുഫ്റഖു മിൻ കുല്ലി, എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നത് ഈ ദിവസമാണെന്നാണ്. എല്ലാ കാര്യങ്ങളും സൂറത്തു ദുഹാനിൽ അങ്ങനെയാണല്ലോ വാക്ക് വന്നത്. അഖില കാര്യങ്ങളുടെയും വിവേചനം നടക്കുന്ന സമയം ഈ സമയമാണ്. അപ്പം മലക്കുകൾ വരികയും മലക്കുകളാൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതും ഈ രാത്രിയാകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്ന രാത്രിയും ഇത് തന്നെയാണ്. സലാമുൻ ഹിയ, ഇത് ഒരു ശാന്തിയാണ്, സമാധാനം.
സ്വസ്ഥതയാണ്, സംതൃപ്തിയാണ്, ഒരനുഭൂതിയാണ്. ഹത്താ മത്തുലഇൽ ഫജ്ർ, സൂര്യോദയം വരെയും അനുഭവിക്കുന്ന മനുഷ്യരുടെ, വിശ്വാസികളുടെ ഹൃദയം അനുഭവിക്കുന്ന ഒരു ആനന്ദമാകുന്നു ലൈലത്തുൽ ഖദർ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന 2 ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിലൊന്ന്, നബിയുടെ കാലത്ത് ഞങ്ങൾ സഹാബികൾ 7 രാത്രികൾ ലൈലത്തുൽ ഖദറിനെ അനുഭവിക്കുകയുണ്ടായി. അത് സ്വപ്നത്തിലാകാം, അല്ലാതെയാകാം. നബിയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ സമ്മതിക്കുക മാത്രമല്ല, നിങ്ങളും അത് കണ്ടുവോ എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ ആസ്വാദനം ഹൃദയപരമായി ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ, പടച്ചവനിലുള്ള ദൃഢ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന കേവലം ഒരനുഭവമാണ് യഥാർത്ഥത്തിൽ അത്. അല്ലാണ്ട് ദൃശ്യമായ കണ്ണുകൊണ്ട് എന്തെങ്കിലും വരുന്നതും പോകുന്നതും കാണുന്നതല്ല എന്ന് സാരം. 9 രാത്രികൾ അവശേഷിക്കെ, അല്ലെങ്കിൽ 7 രാത്രികൾ, അതുമല്ലെങ്കിൽ 5 രാത്രികൾ അവശേഷിക്കെ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ഇതാണ് ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. അതിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് കഅബ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ സഹാബികളുടെ കാലഘട്ടം മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു നാമം ഉബയ്യ് കഅബ് എന്നാണ്. അദ്ദേഹം സത്യം ചെയ്ത് പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്ത് പറഞ്ഞത് 27 തന്നെയാകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് നിർണയിച്ചില്ല, ദിവസം ക്ലിപ്തപ്പെടുത്തിയില്ലെങ്കിലും സഹാബികളിൽ പലരും അവരുടെ ജീവിതകാല അനുഭവങ്ങളിലൂടെ അത് പരസ്യപ്പെടുത്തുകയുണ്ടായി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹിർ റഹ്മയിൽ നിന്ന് ബുഖാരിയിൽ വന്ന ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂല് ഒറ്റയായ രാത്രികളാണ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ അവിടെ നിന്ന് പറഞ്ഞത്. അത് 21 ആകാം, 23 ആകാം, 25, 27, 29 ആകാം. അവസാനത്തെ 10 ദിനങ്ങൾ അങ്ങനെയാണ്. നബിയുടെ ജീവിതത്തിൽ ആദ്യത്തെ 10 ദിവസം അവിടുന്ന് എഴുത്തിക്കാഫിരുന്നു, റമളാനിലെ ആദ്യ 10. പിന്നീട് അടുത്ത 10 അവിടുന്ന് ഇരുന്നു. എന്നിട്ട് നബി പറഞ്ഞു, എന്നോടൊപ്പം ഈ 20 ദിവസം എഴുത്തിക്കാഫിൽ സഹകരിച്ചവരോട് ഞാൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത് അവസാനത്തെ 10-ലാണ്. അതുകൊണ്ട് എഴുത്തിക്കാഫ് അവസാനത്തെ 10 ദിവസവും നിങ്ങൾ തുടരുക, എന്നോടൊപ്പം ചേരുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, സുന്നത്ത് നമസ്കാരം പോലെ ഇപ്പം നമ്മൾ പിന്നെ ഓരോരുത്തരും ഓരോ തരം അഭിപ്രായക്കാരായതുകൊണ്ട് കുറേ പേര് കുറച്ച് സുന്നത്ത് നിസ്കരിക്കും, വേറെ കുറേ പേര് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും, വേറെ ചിലർ അവസാനത്തെ 20 വരുമ്പോൾ ഈ സുന്നത്തും ജമാഅത്തും ഒന്നും വേണ്ട എന്നിടത്തേക്ക് മാറും. അങ്ങനെ വ്യക്തിപരമായി ഇസ്ലാമിന് ഫത്വ നൽകപ്പെടുന്നൊരു കാലമായത്. അതുകൊണ്ട് വളരെ ഭയപ്പാടുണ്ട് ദീനിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ പോലും. ഓരോ വ്യക്തിയും ഫത്വ പറയുകയാണല്ലോ. അപ്പോൾ അതെന്തു ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണുന്ന ഏതാണ്ട് ലൈലത്തുൽ ഖദറും അതിൻ്റെ ഇബാദത്തുകളും ഇങ്ങനെയാണ്. അതിലേറ്റവും പ്രമുഖമായത് ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് നമസ്കാരം, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, തഹ്മീദുകൾ, ഖുർആൻ പാരായണം, സർവോപരി ദുആകളിൽ അവനും അവൻ്റെ റബ്ബും മാത്രം അവശേഷിക്കുന്ന രൂപത്തിലുള്ള ദുആകളിൽ ചിലവഴിക്കലാണ്. 365 ദിവസവും ഇഅ്തികാഫുണ്ട്. റമളാൻ അതിവിശിഷ്യമായി അത് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റഹ്മാനായ അള്ളാഹു ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനുള്ള യോഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.